540ഓളം വീടുകളാണ് മുണ്ടക്കൈ പ്രദേശത്തുണ്ടായിരുന്നത്. എന്നാൽ ഇന്ന് അവശേഷിച്ചത് വെറും 30 വീടുകൾ മാത്രം. എത്ര പേർ ഇനിയും കുടുങ്ങിക്കിടക്കുന്നുണ്ടെന്ന് പറയാനാകില്ല. ഇനി എങ്ങോട്ട് പോകുമെന്ന ആശങ്കയാണ് ദുരിതാശ്വാസ ക്യാമ്പിലുള്ളവർക്ക്. ജീവനോടെ ഉണ്ടായിരുന്നവരെയെല്ലാം ഇന്നലെ രക്ഷിച്ച് ക്യാമ്പുകളിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി കുടുങ്ങിക്കിടക്കുന്ന മൃതദേഹങ്ങളാണ് കണ്ടെത്തേണ്ടത്. എത്ര പേർ അവിടെ കുടുങ്ങിക്കിടക്കുന്നുവെന്ന കൃത്യമായ കണക്ക് പറയാൻ കഴിയില്ല. പ്രദേശത്ത് ഹോം സ്റ്റേയും ലയങ്ങളും ഒക്കെ പ്രവർത്തിച്ചതാണ്. മറ്റ് സംസ്ഥാനങ്ങളിലുള്ള തൊഴിലാളികൾ അവിടെ പ്രവർത്തിക്കുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ആരൊക്കെ എവിടെ എന്ന കാര്യത്തിൽ വ്യക്തതയില്ല എന്നതാണ് സത്യം. മഴ ഇപ്പോൾ കുറവാണ്, പക്ഷേ കാലാവസ്ഥ ഭീഷണി തന്നെയാണ്. പോസ്റ്റ് ഓഫീസ്, അമ്പലം, പള്ളി എന്നിവയെല്ലാം ഉരുൾപൊട്ടലിൽ നശിച്ചു. പ്രദേശത്ത് ഇന്നലെ താൽക്കാലിക പാലം നിർമ്മിച്ചാണ് സൈന്യം രക്ഷാപ്രവർത്തനം നടത്തിയത്. ദുരിതാശ്വാസ ക്യാമ്പിലുള്ളവർക്ക് ഭക്ഷണവും വെള്ളവും വൈദ്യസഹായവുമെല്ലാം എത്തിക്കുന്നുണ്ട്. എന്നാൽ ഇനി എങ്ങോട്ട് ഞങ്ങൾ പോകുമെന്ന വേദനയാണ് അവിടെയുള്ളവർ പങ്കുവയ്ക്കുന്നത്. അതേസമയം മഴയ്ക്ക് ശമനം വന്നതോടെ മുണ്ടക്കൈയിൽ രക്ഷാപ്രവർത്തനം ശക്തമാക്കിയിരിക്കുകയാണ് അധികൃതർ. രക്ഷാപ്രവർത്തനം ദുഷ്കരമാണ്. ഉരുൾപൊട്ടലിൽ വൻതോതിൽ മണ്ണ് വന്ന് അടിഞ്ഞതിനാൽ ചവിട്ടുമ്പോൾ കാല് പൂഴ്ന്നു പോകുന്ന അവസ്ഥയാണുള്ളത്. ഹെലികോപ്റ്റർ ഉപയോഗിച്ച് ആളുകളെ എയർലിഫ്റ്റ് ചെയ്യാനും തുടങ്ങിയിട്ടുണ്ട്. ഭീകരമായ കാഴ്ചകളാണ് മുണ്ടക്കൈയിലെ ദുരന്ത ഭൂമിയിൽ നിന്ന് പുറത്തു വരുന്നത്. നൂറുകണക്കിന് വീടുകളും റോഡും സ്കൂളും എല്ലാം ഉണ്ടായിരുന്ന പ്രദേശത്ത് ഇപ്പോൾ മണ്ണും വെള്ളമൊലിച്ചു പോകുന്ന ചാലുകളും മാത്രമാണ് കാണുന്നത്. കുടുങ്ങിക്കിടക്കുന്നവർക്ക് ഹെലികോപ്റ്ററിൽ ഭക്ഷണം എത്തിച്ചു നൽകുന്നുണ്ട്. മന്ത്രിമാരടക്കം രക്ഷാപ്രവർത്തനത്തിൽ സജീവമായി പങ്കെടുക്കുന്നുണ്ട്. മന്ത്രി PM മുഹമ്മദ് റിയാസ്, K രാജൻ തുടങ്ങിയവർ സ്ഥലത്ത് ക്യാമ്പ് ചെയ്ത് രക്ഷാപ്രവർത്തനത്തിന് നേതൃത്വം നൽകുന്നുണ്ട്. ഉരുൾപൊട്ടൽ നാശം വിതച്ച മുണ്ടക്കൈയിലാണ് പ്രധാനമായും രക്ഷാപ്രവർത്തനം പുരോഗമിക്കുന്നത്. ചൊവ്വാഴ്ച രക്ഷാപ്രവർത്തകർക്ക് സ്ഥലത്തേക്ക് എത്തുന്നതിന് പരിമിതികളുണ്ടായിരുന്നു. വീടിനുള്ളിൽ അകപ്പെട്ടവരെയും പരിക്കേറ്റവരെയും പുറത്തെത്തിക്കുന്നതിനായിരുന്നു ഇന്നലെ പ്രഥമ പരിഗണന. തുടർന്ന് പല മൃതദേഹങ്ങളും രക്ഷാപ്രവർത്തകർക്ക് ഉപേക്ഷിച്ച് തിരിച്ചു പോരേണ്ടിയും വന്നിരുന്നു. ഈ പ്രദേശങ്ങളിലാണ് ഇന്ന് രക്ഷാദൗത്യം പുരോഗമിക്കുന്നത്. അതേസമയം ഉരുൾപൊട്ടൽ ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ അവധിയിലുള്ള ഉദ്യോഗസ്ഥരോട് രക്ഷാപ്രവർത്തനത്തിൽ പങ്കെടുക്കാൻ നിർദ്ദേശം നൽകിയിരിക്കുകയാണ് സൈന്യം. സംയുക്ത സേന ഇതുവരെ 1000-ലധികം പേരെ രക്ഷപ്പെടുത്തിയതായി സൈന്യം അറിയിച്ചു. നാടിനെ നടുക്കിയ വയനാട് മുണ്ടക്കൈ ചുരൽമല ദുരന്തത്തിൽ 150-ലേറെ പേരാണ് മരിച്ചത്. 191 പേർ വിവിധ ആശുപത്രികളിൽ ചികിത്സയിലാണ്. 50ഓളം മൃതദേഹങ്ങൾ തിരിച്ചറിഞ്ഞു. പരിക്കേറ്റ പലരുടെയും നില അതീവ ഗുരുതരമാണ്. 3069 പേരെ വിവിധ ദുരിതാശ്വാസ ക്യാമ്പുകളിലേക്ക് മാറ്റി. കാണാതായവർക്കു വേണ്ടി തിരച്ചിൽ നടത്താൻ ദൗത്യസംഘം പുലർച്ചെ തന്നെ മുണ്ടക്കൈയിലെത്തി തിരച്ചിൽ ആരംഭിച്ചിരുന്നു. ഇതിനിടയിൽ വയനാട് മുണ്ടക്കൈ ഉരുൾപൊട്ടൽ ദുരന്ത ബാധിതരെ പുനരധിവസിപ്പിക്കാൻ സർക്കാർ സ്ഥലം കണ്ടെത്തണമെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ ആവശ്യപ്പെട്ടു. അതുവരെ ദുരന്തബാധിതരെ വാടക വീടുകളിലേക്ക് മാറ്റണമെന്നും പുനരധിവാസം ഉണ്ടാകുന്നതുവരെയുള്ള വാടകയും സർക്കാർ നൽകണമെന്നും VD സതീശൻ ആവശ്യപ്പെട്ടിരിക്കുകയാണ്. ഇക്കാര്യത്തിൽ സർക്കാരിന് പൂർണ്ണ പിന്തുണ നൽകുമെന്ന് പ്രതിപക്ഷ നേതാവ് വ്യക്തമാക്കി. രക്ഷാപ്രവർത്തകർക്ക് ആവശ്യമായ ഭക്ഷണവും വെള്ളവും എത്തിക്കണമെന്നും അദ്ദേഹം പറഞ്ഞു. എന്ത് സഹായത്തിനും UDF പ്രവർത്തകർ സജ്ജമാണെന്നും VD സതീശൻ അറിയിച്ചിട്ടുണ്ട്. മുണ്ടക്കൈത്തുണ്ടായത് വൻ ദുരന്തമെന്നാണ് കേരള ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ പറഞ്ഞത്. വയനാട്ടിലെ ക്യാമ്പുകൾ സന്ദർശിക്കുമെന്നും കോഴിക്കോട് മാധ്യമങ്ങളോട് സംസാരിക്കവേ ഗവർണർ വ്യക്തമാക്കി. രാജ്യത്തിന്റെ എല്ലാ കോണുകളിൽ നിന്നും സഹായം പ്രതീക്ഷിക്കുന്നുണ്ട്. സാധ്യമായ എല്ലാ സഹായവും നൽകും. മുഖ്യമന്ത്രി പറഞ്ഞതുപോലെ 2018-ലും 2019-ലും അതിജീവിച്ച കേരളം ഇതും അതിജീവിക്കുമെന്നും ഗവർണർ മാധ്യമങ്ങളോട് വ്യക്തമാക്കി. വയനാട്ടിൽ ഇപ്പോഴുണ്ടായ ഉരുൾപൊട്ടലിൽ ദുരിതമനുഭവിക്കുന്നവരെ എല്ലാവിധത്തിലും സഹായിക്കാൻ നാം ഒരുമിച്ച് ഇറങ്ങേണ്ട സാഹചര്യമാണ്. പല വിധത്തിൽ സഹായങ്ങൾ പ്രഖ്യാപിച്ച് ഇതിനോടകം പലരും മുന്നോട്ട് വന്നിട്ടുണ്ടെങ്കിലും അതൊന്നും മതിയാകില്ല എന്നാണ് ഗവർണർ പറയുന്നത്.